താജു, പറയടാ. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കും. നിന്റെ കയ്യിലേ ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിലേ ഞാൻ എന്ത് ചെയ്യും? എന്താ വെച്ചാൽ വേസ്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാട്ടിക്കളയും, സ്വാഭാവികമല്ലേ. എവിടെ കളയെന്ന് പറഞ്ഞാൽ? കാട്ടിക്കളയും. കാട്ടിക്കളയും. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ കാട്ടിക്കളയും. നമ്മളെ ഈ തൃശ്ശൂർ ജില്ലയിലുള്ളവരെ, പ്രത്യേകിച്ച് ചാലക്കുടിക്കാർ പൊതുവെ പറയുന്ന ഒരു സംഭവമാണ് വേസ്റ്റ് കയ്യിലിട്ടാലേ കാട്ടിക്കളടാ എന്ന് പറയും. എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കാലം മുൻപ് മലപ്പുറത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. 10-20 വർഷം മുൻപാണ്. അദ്ദേഹം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി ടിഷ്യൂ പേപ്പർ ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആളത് ഇടാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാട്ടിക്കളയടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, കാട്ടിക്കളയെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാട്ടിക്കളയി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ കാട്ടിക്കളയണമെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ആരും പറയുന്നൊരു കാര്യമാണ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതാ കാട്ടിക്കളയും മോനെ എന്ന് പറയും. ശരിയല്ലേ? നമ്മളങ്ങനെയല്ലേ പൊതുവെ കാട്ടിക്കളയാൻ പറയും. എന്താണ് ഈ കാട്ടിക്കളയാന്നുള്ളത്? കാട്ടിക്കളയെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് കളയുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അതല്ല. അപ്പം നമ്മുടെ നാട്ടിലെ പണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പറമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മമാരാണെങ്കിലും ഇനിയിപ്പോൾ അച്ഛന്മാരൊക്കെ ആയിട്ടാരും ഈ ചെറിയ വേസ്റ്റ് കിട്ടിയ ഉപയോഗമില്ലാത്തൊരു പറമ്പിൽ കൊണ്ടിടും. അന്ന് അത്രമാത്രം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പേപ്പറിൻ്റെ അല്ലെങ്കിൽ തുണിയുടെ വേസ്റ്റുകളൊക്കെയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഈ ഉപയോഗമില്ലാത്ത കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടിടും. പുറത്തേക്ക് ആരും കാണില്ല, വൃത്തികേട് കാണില്ല എന്നുള്ള ഇതാണ്. ഈ കാട്ടിൽ കളയുക എന്നുള്ളതാണ് അതിന് ശരിയായ മീനിങ്. അത് ശരി. അപ്പം അതാണ് ഈ കാട്ടിൽ കളയാന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ഈ കാട്ടി കളയുക എന്നുള്ളതിൻ്റെ പ്രധാന അർത്ഥം. അങ്ങനെ കാട്ടി കളഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നിനക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ. ഇവിടെ നോക്കി, ഒരു വഴിയുടെ സൈഡിലേ ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന വഴിയാണ്. ആരും വരണില്ല, പോണില്ല. കാട്ടിൽ കളയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കാട്ടി കളഞ്ഞാണ്ടാ എത്രമാത്രം പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവിടെ കിടക്കുന്നത്. നോക്കി, വേസ്റ്റ് കണ്ട. നീ കാട്ടിൽ കളയാന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം നിന്നെ കാണിച്ചു തരാം. അതെന്താ? ഇപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡാണ് തോട്ടിൽ കളയുക. കാട്ടിൽ കളയുക കൂടാതെ തോട്ടിൽ കളഞ്ഞ് കാണിച്ചു തരാം. തോട്ടിൽ കളഞ്ഞ് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാട്ടി കളയുന്നവരെ അല്ലെങ്കിൽ തോട്ടിൽ കളയുന്നവരെ നമുക്ക് കിട്ടണമെങ്കിലേ സർക്കാരിൽ നിന്ന് 25,000 രൂപ കിട്ടുമെന്ന് പറയണേ. ഞാൻ തൊഴിലില്ലാത്തവർക്ക് ഇത് അന്വേഷിച്ച് നടന്നാൽ വരുമാനമാർഗം. ഈ കാണാലേ, അതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയതാണ്. അതിരപ്പള്ളിയിൽ നിന്ന് തുമ്പൂർ മൊഴി വന്ന് തുമ്പൂർ മൊഴിയിൽ നിന്ന് ഈ കനാല് അവിടെ നിന്ന് തുടങ്ങി മാള വരെ ജലം കൊണ്ടുപോകുന്നതാണ്. ഇതിൽ ഒത്തിരി ആൾക്കാർ കുളിക്കുന്നതും കാർഷിക ആവശ്യത്തിനുള്ള ഒരു കനാൽ തന്നെയാണ് അല്ലേ? പല ആൾക്കാർ ഇതിനകത്ത് കുളിക്കുന്നുണ്ട്. ഈ വക വൃത്തികേടുകൾ ആരും കാണുന്നൊന്നുമില്ല. നീ ഇവിടെ കണ്ട വൃത്തികേട് എന്താണ്? ഞാൻ നിന്നെ കാണിച്ചാൽ അതിനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ നീ ഒരു കാഴ്ച. ഇത്രയും അടിഞ്ഞുകൂടി കിടക്കുന്ന ഇതിനകത്തൊരു പുഴുത്തരിച്ച് പട്ടിയും കൂടി കിടക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ആൾക്കാർ കുളിക്കുകയും ഈ വെള്ളം മറ്റുള്ള പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു തോടും കൂടിയാണ്. അത്രയും വൃത്തി കേടായിട്ട് കിടക്കുന്നുണ്ട്. പട്ടി ചീഞ്ഞ് കിടക്കുക, മണത്തിട്ട് നിൽക്കാനേ പറ്റുന്നില്ല. നോക്കൂ. ഓ ശരിയാണ്ട, ഈച്ചറക്കണ്. ഈച്ച വരർത്ത്. ചീഞ്ഞ് കിടക്കുക പട്ടി. സത്യം കേട്ടോ, ഇത്രയ്ക്കും പുഴുത്ത് കിടന്നൊരു പട്ടി. അത്രമാത്രം പ്ലാസ്റ്റിക്. ഇവിടെ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്നിട്ടാ വേസ്റ്റ് തള്ളിയാണത്. സത്യം ഇതൊന്നും അന്വേഷിക്കാനായിട്ട് മൂക്ക് പൊട്ടാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കനകമല റൂട്ടിലുള്ള കലിക്കൽക്കുന്ന് പ്രദേശത്താണ്. പരിസരവാസികൾക്കാർക്ക് ജീവിക്കണ്ടേ? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, കാട്ടിൽ കളയുക, തോട്ടിൽ കളയുക, ഈ രണ്ട് കാര്യങ്ങളും മലയാളികൾക്ക് വളരെ വീക്ക്നെസ് ആണ്. ഹരിതകർമ്മസേന ഇടപെട്ടിട്ട് ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തോട്ടിൽ മാലിന്യങ്ങൾ കളയുന്നതിനും കാട്ടിൽ മാലിന്യങ്ങൾ കളയുന്നതിനും മലയാളികൾ പിന്നിലല്ല. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എളുപ്പത്തിൽ സംസ്കരിക്കാനായിട്ട് കാണുന്നൊരു മാർഗം എന്നുള്ളത് കാട്ടിൽ കളയുക, തോട്ടിൽ കളയുക എന്നുള്ളതാണ്. ഇനിയത്തെ തലമുറകളെങ്കിലും ഇങ്ങനെ കാട്ടിലും തോട്ടിലും മാലിന്യങ്ങൾ കളഞ്ഞ് നാടിനെ നശിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.